ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നയൻതാരയാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നമ്മുടെ ആക്ട്രസ് നയൻതാര നമ്മുടെ ആക്ടർ ധനുഷിനെതിരെ ഒരു ഗുരുതര ആരോപണവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അവര് ഒരു സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഒരുവിധ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, നല്ല ഫ്രണ്ട്സ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നയൻതാരയുടെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിൽ ഒരു പോസ്റ്റുമായിട്ട് നയൻതാര കടന്നു വരുന്നിരിക്കുകയാണ്. ഭയങ്കര പകയുള്ളവനാണ് ധനുഷ്. ധനുഷ് ഈ ഓഡിയോ ലോഞ്ചിനും മറ്റുള്ള ഉള്ള സംസാരങ്ങളിലൊക്കെ സംസാരിക്കുന്ന ഒരു പാവം, ഒരു പ്രതീതിയൊക്കെ, ഒരു മുഖം മൂടിയാണ്, അഭിനയിക്കുകയാണ്, അങ്ങനെ ഒന്നല്ല ധനുഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഗുരുതര ആരോപണങ്ങൾ. അപ്പൊ അതെന്താന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നടൻ ധനുഷിനെതിരെ ആരോപണങ്ങളുമായി നയൻതാര തന്റെ വിവാഹ ഡോക്യുമെന്ററിയിൽ 3 സെക്കൻഡ് സിനിമാ ദൃശ്യം ഉപയോഗിച്ചതിന് 10 കോടി ധനുഷ് ആവശ്യപ്പെട്ടു. ദൈവത്തിന്റെ കോടതിയിൽ ധനുഷ് ഉത്തരം പറയേണ്ടി വരുമെന്നും നയൻതാര, തന്നോടും വിഘ്നേഷിനോടും ധനുഷിന് പകയെന്നും നയൻതാര പറയുന്നു. ജോബി ജോർജാണ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നത്. ജോബി, അതിരൂക്ഷ വിമർശനമാണല്ലോ ധനുഷിനെതിരെ ഇപ്പോൾ നയൻതാര ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് സാഹചര്യം? എന്താണ് ഈ കുറിപ്പിൽ പറയുന്നത്? ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ അസാധാരണമായ ഒരു താരപ്പോരിന്റെ പരസ്യപ്പോരിന് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് അറിയപ്പെടുന്ന നയൻതാര തുടക്കമിട്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറെ മാസങ്ങളായി, അല്ലെങ്കിൽ 2 വർഷത്തോളമായി ഉയർന്നൊരു ചോദ്യമായിരുന്നു, എന്തുകൊണ്ടാണ് നയൻതാരയും വിഘ്നേഷിനെയും തമ്മിലുള്ള വിവാഹ ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കാൻ വൈകുന്നുള്ളത്. അതിന്റെ ഒരു ഉത്തരമാണ് ഇപ്പോൾ നയൻതാരയുടെ ഈ തുറന്ന കത്തിലൂടെ വ്യക്തമാകുന്നത്. ധനുഷാണ് ഈ ഡോക്യുമെന്ററി പുറത്തിറങ്ങുന്നത് വൈകുന്നതിന്റെ കാരണം എന്നാണ് നയൻതാര ആരോപിക്കുന്നത്. 2015 ധനുഷ് നിർമ്മിച്ച് നയൻതാര അഭിനയിച്ച് നയൻതാരയുടെ ഭർത്താവായ വിഘ്നേശ്വരൻ സംവിധാനം ചെയ്ത നാനും റൌഡിപാൻ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കമുള്ളത്. ആ ചിത്രത്തിലെ രംഗങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് 2 വർഷത്തോളമായി ധനുഷിന്റെ അനുമതിക്ക് വേണ്ടി കാത്തിരുന്നെങ്കിലും ഒരു പ്രതികരണവും ഉണ്ടായില്ല. പിന്നീട് ഈ സിനിമയുടെ വിജയാഘോഷവുമായി ബന്ധപ്പെട്ട 3 സെക്കൻഡ് ദൈർഘ്യമുള്ള ചിത്രം, അത് വിഘ്നേശ്വരൻ തന്നെ അദ്ദേഹത്തിന്റെ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയ ട്രെയിലർ പുറത്തു വന്ന സമയത്ത് 3 സെക്കൻഡ് ദൃശ്യത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം വേണം എന്നാവശ്യപ്പെട്ട് ധനുഷ് വക്കീൽ നോട്ടീസ് അയച്ചെന്നും അത് തന്റെ ഹൃദയം തകർത്തുവെന്നുമാണ് നയൻതാര പറയുന്നത്. മറ്റുള്ളവർക്ക് അറിയാത്ത ഒരു മുഖം, പകയുടെ ഒരു മുഖം ധനുഷിനുണ്ട് എന്നും നയൻതാര പറയുന്നു. അതോടൊപ്പം തന്നെ ഒരുപക്ഷെ പകർപ്പവകാശം എന്ന് പറഞ്ഞ് രാജ്യത്തെ കോടതികളിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ ദൈവത്തിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും. 10 വർഷമായി എന്തിനാണ് തന്നോടും ഭർത്താവിനോടും ഇത്രയധികം പക വെച്ച് പുലർത്തുന്നത് എന്നും നയൻതാര പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ ദൗർഭാഗ്യങ്ങളിൽ സന്തോഷിക്കുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് ഉടമയാണ് ധനുഷ് എന്ന അതിരൂക്ഷമായ വിമർശനവും നയൻതാര ഉന്നയിക്കുന്നുണ്ട്. നയൻതാരയുടെ 40ാം ജന്മദിനമായ ഈ മാസം 18-നാണ് ഈ ഡോക്യുമെന്ററി പുറത്തിറങ്ങുന്നത്. അപ്പൊ കണ്ടല്ലോ, ഇതാണ് വാർത്ത, ഇതാണ് ന്യൂസ്. നയൻതാരയുടെ 40ാം ജന്മദിനമാണ് ഈ വരുന്ന നവംബർ 18-ന്. അപ്പൊ അതില് അവരുടെ വിവാഹം കഴിഞ്ഞല്ലോ വിഘ്നേശ്വരനുമായിട്ട്, എല്ലാവർക്കും അറിയാമല്ലോ. അതിന്റെ ഒരു വീഡിയോ പുറത്തിറക്കുന്നുണ്ട്. അവരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊന്നല്ല, നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഓൺലൈന് വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലാണ് ഇവർ ഈ വീഡിയോ കൊടുത്തിട്ടുള്ളത്. ഇവരിങ്ങനെ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഇവരോട് സംസാരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവർ അങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ടാവും. ഒരു ബിസിനസ് തന്നെയാണത്. കാരണം ഇവര് അത്യാവശ്യം വലിയ സെലിബ്രിറ്റി തന്നെയാണല്ലോ. എന്തായാലും പറയുന്ന ഒരു വ്യക്തി സത്യനന്ദിക്കാടിന്റെ മനസ്സിനക്കരെ എന്ന സിനിമയിലൂടെയാണ് വന്നത്. ഒരു സാധാരണ നാട്ടുംപുറത്തുകാരിയായിരുന്നു. പിന്നെ അവരുടെ കഴിവും അവരുടെ ഭാഗ്യവും തന്നെ വരണം. അതുകൊണ്ട് ഇത്രയും നിലയിലെത്തി, കഴിവും ഭാഗ്യവും ഒക്കെ കൊണ്ട് ഇത്രയും നിലയിലെത്തി അത്യാവശ്യം അറിയപ്പെടുന്ന മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണ് നയൻതാര. അതിലൊന്നും യാതൊരു വേറെ അഭിപ്രായങ്ങളൊന്നുമില്ല. പക്ഷേ അവരുടെ കല്യാണ വീഡിയോ, കല്യാണത്തിന്റെ ആ ഒരു സമയത്തുള്ള നിമിഷങ്ങൾ ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് അവരൊരു വീഡിയോ പുറത്തിറക്കാൻ തീരുമാനിച്ചു. അത് നെറ്റ്ഫ്ലിക്സിന് ഇവര് അത് സെയിൽ ചെയ്തു. നെറ്റ്ഫ്ലിക്സിന്ന് അതിന്റെ ട്രെയിലർ ഇന്നലെ മിനിയാന്ന് തോന്നുന്നു നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കി. അങ്ങനെയാണ് ഇപ്പൊ സംഭവം. അതിന് പിന്നാടിയായിട്ടാണ് നയൻതാര ഈ ഒരു ആരോപണവുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോ ഇവര് നയൻതാരയും വിഘ്നേശ്വരനും അറിയാലോ, പ്രണയിച്ച് അവര് തമ്മിൽ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരാണ്.
അപ്പോൾ അതിലുണ്ടായ സാഹചര്യം, ഞാനും റൗഡിദാൻ എന്ന് പറയുന്ന തമിഴ് മൂവി അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ആരോപിതനായ ധനുഷാണ്. അപ്പോൾ ആ ഒരു സീക്വൽസിൽ ഇവരുടെ ആ ഞാനും റൗഡിദാൻ എന്ന സിനിമയുടെ വിജയാഘോഷം, അതിൻ്റെ ഒരു 3 സെക്കൻഡോ 4 സെക്കൻഡോ ഉള്ള ഒരു ദൃശ്യം ഈ നയൻതാരൻ്റെ ഈ വിവാഹത്തിൻ്റെ ആ ഒരു ട്രെയിലറിൽ വന്നു എന്നാണ് പറയുന്നത്. അത് വിഘ്നേഷ് ശിവനാണ് ഷൂട്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ധനുഷ് ഒരു 10 കോടിയോ എത്രയോ കോപ്പിറൈറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പകർപ്പവകാശം എന്നൊക്കെ പറയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വക്കീൽ നോട്ടീസ്, കോടതി നോട്ടീസ് അയച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നോട്ടീസ് അങ്ങനെ അയച്ചത് അവർക്ക് ഭയങ്കര വേദന ഉണ്ടാക്കി. ഭയങ്കര സംഭവം ശരിയായിരിക്കും. നമ്മളിപ്പോൾ ഒരു സുഹൃത്ത് നമ്മുടെ സഹായം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യുമ്പോൾ അതിന് ക്യാഷ് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാവും നയൻതാരക്ക് തോന്നിയിട്ടുണ്ടാവുക. പക്ഷെ എനിക്കൊന്നും ചോദിക്കാനുള്ളത്, ഈ നയൻതാര ഫ്രീ ആയിട്ടാണോ നെറ്റ്ഫ്ലിക്സിന് ഈ സാധനം കൊടുത്തത്? നിങ്ങളുടെ വിവാഹത്തിന്റെ ആ ദൃശ്യങ്ങൾ അടങ്ങിയ ആ വീഡിയോ കൊടുത്തത് ഫ്രീ ആയിട്ടാണോ? അല്ല, പക്കാ ബിസിനസ്സാണ്. പക്കാ ബിസിനസ്. നയൻതാരക്കും വിഘ്നേഷിനും നല്ലൊരു എമൗണ്ട് നെറ്റ്ഫ്ലിക്സിന്റെ കിട്ടും അല്ലേ? അപ്പൊ ഇത് ഒരു ബിസിനസ്സിലേക്ക് ധനുഷിന്റെ ഒരു പ്രൊഡക്റ്റ്, അതായത് ആ സിനിമയുടെ ആ ലൊക്കേഷൻ രംഗങ്ങള് നിങ്ങൾ എടുക്കുമ്പോൾ ബിസിനസ്സിന് വേണ്ടിയിട്ടല്ലേ? അപ്പൊ അത് ധനുഷ് ക്യാഷ് മുടക്കി ചെയ്ത ഒരു പ്രൊഡക്റ്റ്, അതിന്റെ ഒരു അവകാശം ധനുഷിനും അവകാശപ്പെട്ടല്ലേ? നോക്ക്, അതന്നെ ധനുഷിന് വെച്ചിട്ടുള്ളൂ. നിങ്ങൾ ബിസിനസ് ആയിട്ട് ഒരു പരിപാടി ചെയ്യുമ്പോൾ പിന്നെ എന്തിനാണ് ധനുഷിന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്? ധനുഷിന് ഒരു എമൗണ്ട് കിട്ടിക്കൂടെ? മറ്റുള്ള നിങ്ങൾ വെറുതെ നിങ്ങളെ ഫാൻസിന് വേണ്ടിയിട്ട് നിങ്ങളെ കല്യാണ ദൃശ്യം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടാലോ. നിങ്ങൾക്ക് യൂട്യൂബ് പ്ലാറ്റ്ഫോം ഇല്ലേ? ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ ഉണ്ടാക്കാലോ, അതിലിടാലോ. അങ്ങനെയാണെങ്കിൽ ധനുഷ് ഈ വക കാര്യങ്ങൾ ചെയ്തു തരുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നിങ്ങളിത് നെറ്റ്ഫ്ലിക്സിനെ വിറ്റത്, അത് പക്കാ ബിസിനസ്സാണ്. അപ്പൊ അതിൽ ധനുഷിന്റെ ആ ഒരു പ്രൊഡക്റ്റായ ഞാനും റൗഡിദാൻ എന്ന മൂവിയുടെ ലൊക്കേഷൻ രംഗങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ മൂപ്പർക്കും ചോദിക്കാം. ഒരു പ്രൊഡ്യൂസറിനാണല്ലോ. പിന്നെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ, എയറിലായി കഴിഞ്ഞാൽ പിന്നെ സംവിധായകനോ അതിനൊന്നും ആ സിനിമയുള്ള അവകാശമൊന്നുമില്ല. ആ ക്യാഷ് മുടക്കിയ പ്രൊഡ്യൂസറിനാണ് പിന്നെ അതിനുള്ള ബാക്കി ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ധനുഷിന് കാര്യങ്ങൾ ചോദിക്കാം. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ പേരില് ധനുഷിന് പകയാണ് മറ്റൊരാളെന്ന് ആ വക പരിപാടികൾ പറയരുത്. ഈ ഒരു സംഭവമാണെങ്കിൽ ഇതിനുള്ള ക്ലിയർ കാര്യം തന്നെയാണ് ധനുഷ് ചെയ്തത്. ഞാൻ ധനുഷിന്റെ ഒപ്പം തന്നെ നിൽക്കുള്ളൂ. പിന്നെ പകയാണ് മറ്റൊരാളെന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താണ് കാരണം എന്നും കൂടി പറയണം. മനസ്സിലായില്ലേ? അപ്പോൾ സോഷ്യൽ മീഡിയയിൽ അതിന് വക അത് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പറയരുത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഒരാളെ കുറ്റാരോപിതനാക്കുമ്പോൾ അതിനുള്ള കാരണം കൂടി പറയണം. ഇതാണ് കാരണം എന്നുണ്ടെങ്കിൽ, ധനുഷ് ക്യാഷ് ചോദിച്ചാലുള്ള കാരണം എന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഉത്തരം ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതന്നെയാണ് കാരണം. പക്കാ ബിസിനസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ധനുഷും പക്കാ ബിസിനസ് ചെയ്യും. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ വേറെ അദ്ദേഹത്തിന് പകയാണ്, മറ്റുള്ളവരെ ദുർഭാഗ്യങ്ങളിൽ ഭയങ്കര സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കേവലമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് വെറുതെ സ്വയം വില കളയരുത്. ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര. ഇപ്പൊ ഇവരുടെ വിഘ്നേഷ് ശിവന് നയൻതാര ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായല്ലോ, ഇപ്പൊ കുട്ടികളൊക്കെ ആയല്ലോ. പക്ഷെ ആ കല്യാണത്തിന്റെ സമയത്തിൽ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ വരുന്നതും അതിന്റെ ഒരു ടീസറാ കാര്യങ്ങളൊക്കെ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് വന്നിരുന്നു. പിന്നെ ഇതുവരെ അത് വന്നിട്ടില്ല അതിന്റെ ഫുൾ വീഡിയോ. മേ ബി ഇതായിരിക്കാം കാരണം, ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കാം. ധനുഷ് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. ധനുഷ് ചോദിച്ചതിന് ഇപ്പൊ എന്താ തെറ്റ്? നിങ്ങൾ ബിസിനസ് നടത്തുന്ന, അപ്പൊ അദ്ദേഹത്തിനും ബിസിനസ് നടത്തിക്കൂടെ? അല്ലാതെ നിങ്ങൾ ക്യാഷ് വാങ്ങുന്നുണ്ട് അവരെ ബിസിനസ് നടത്തിയിട്ട്, ധനുഷ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ തരണോ? ഇത് എവിടുത്തെ ന്യായാണ്? ഇപ്പൊ ഇന്നലെ മിനിയാന്നപ്പോ അതിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. അപ്പോ ആളുകൾക്ക് ഇപ്പോ ഓർമ്മയില്ലല്ലോ. ഇപ്പൊ നിങ്ങളെ കല്യാണം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ചായില്ല, ആ ട്രെൻഡ് ഒന്ന് വിട്ടല്ലോ. അപ്പോ ഒരു വിവാദം ഉണ്ടാക്കിയിട്ട് ഒന്നും കൂടി ട്രെൻഡിൽ കയറ്റാനുള്ള പരിപാടിയാണോ മിസ്സിസ് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര? എനിക്കതാണ് തോന്നുന്നത്. അപ്പൊ അങ്ങനെയാണല്ലോ ഇപ്പൊ ട്രെൻഡ്. അതാണല്ലോ, നമ്മളൊരു പ്രൊഡക്റ്റ് സൈഡിൽ കൂടി ഇറക്കുമ്പോ അതിനൊരു എരിവും പുളിവും ഒക്കെ ഇട്ട് കഴിഞ്ഞാല്, അതായത് ഒരു വിവാദം ഉണ്ടായി കഴിഞ്ഞാല് ഒന്ന് അത് ലൈം ലൈറ്റിൽ നിൽക്കുമല്ലോ. അപ്പൊ ആളുകൾ ശ്രദ്ധിക്കപ്പെടുമല്ലോ. ഭയങ്കര
വ്യൂസും കാര്യങ്ങളും ചർച്ചകളും കാര്യങ്ങളും നടത്തി എപ്പോഴും അത് ലൈം ലൈറ്റിൽ നിൽക്കുമല്ലോ. അതാണ് ഉദ്ദേശിച്ചെങ്കിൽ അത് നടന്നിട്ടുണ്ട്, ചർച്ച നടന്നിട്ടുണ്ട്. പക്ഷേ ആ ചർച്ചകളിൽ നയൻതാരക്കെതിരെയാണ് ഒരു 60-70% ആളുകളും സംസാരിക്കുന്നത്. നയൻതാരക്കെതിരാണ്, ധനുഷിന് സപ്പോർട്ടാണെന്നാണ് ഞാൻ ഇതിനെ പറ്റി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം തന്നെ നയൻതാര നടത്തുന്ന ബിസിനസ്സാണ്, ധനുഷ് നടത്തുന്ന ബിസിനസ്സാണ്. സോ എന്താ പ്രശ്നം?